മലപ്പുറം താനൂരിൽ നിന്നും എന്തിനാണ് രണ്ട് പെൺകുട്ടികൾ നാടുവിട്ടുപോയത്? രണ്ടുപേരെയും കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും അതിന്റെ കാരണം സംബന്ധിച്ച് ഇപ്പോഴും ചില അവ്യക്തതകളുണ്ട്. മണിക്കൂറുകൾ നീണ്ട അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും ഒടുവിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞത്. നാടുവിട്ടുപോയ മലപ്പുറം താനൂരിലെ പെൺകുട്ടികളെ നാളെ നാട്ടിൽ തിരിച്ചെത്തിക്കും. പൂനെയിൽ നിന്ന് കണ്ടെത്തിയ വിദ്യാർത്ഥികളുമായി പോലീസ് വൈകിട്ട് നാട്ടിലേക്ക് മടങ്ങും. മൊബൈൽ ടവർ ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കാനായതാണ് പെൺകുട്ടികളെ കണ്ടെത്തുന്നതിൽ നിർണായകമായതെന്ന് മലപ്പുറം SP R വിശ്വനാഥ് വ്യക്തമാക്കി. പിന്നെ ഇതിൽ ക്രൂഷ്യലായിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സ് ഇതിൽ മുംബൈയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ മുതലുള്ള മുംബൈ പോലീസിന്റെ സപ്പോർട്ട്, അതിൽ വിവിധ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മൾ അതായത് ഓഫീസർമാരെ ബന്ധപ്പെട്ട് അവസാനം ആണ് നമുക്ക് RPF പൂനെയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടിലാണ് നമുക്ക് ഇപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞത്. കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ഫോൺ അല്ലാതെ മറ്റൊരു ഫോൺ കയ്യിൽ കരുതിയിരുന്നതിന്റെ ലൊക്കേഷൻ കിട്ടിയതും സഹായകരമായി. ഓൾ ടുഗെദർ ഇന്നലെ ഒരു മിഡ് നൈറ്റോടുകൂടിയാണ് അവർ പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി. മറ്റെല്ലാം മീഡിയയിൽ ഓൾറെഡി വന്നിട്ടുണ്ട്, അവർ പോയതും കാര്യങ്ങളും എല്ലാം. എനിവേസ് ഒരു ഗ്രൂപ്പ് എഫേർട്ട് ആയിരുന്നു. അതിൽ മുംബൈയിലെ മലയാളി സമാജം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുംബൈ പോലീസിലെ പേരറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഓഫീസർമാരായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് മീഡിയ ടുക്ക് ഇറ്റ് അപ്പ് റിയലി വെൽ. ഇപ്പം എൻ്റെ പോലീസ് ടീം, എൻ്റെ SIM ടീമും അവരൊരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സിൽ അവരിൽ അടുത്തെത്തും. ഇന്നൊരു ഈവനിങ്ങിൽ തിരിച്ച് ഫ്ലൈറ്റ് അവൈലബിലിറ്റി പരിമിതമാണ്. അപ്പം മോസ്റ്റ്ലി അവർ ഇന്നത്തെ ട്രെയിന് നാളെ നേരം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ മൂന്നാമതൊരു ഫോൺ അവരുടെ കയ്യിൽ എങ്ങനെയാണ് വാങ്ങിയതാണ്? ആസ് ഓഫ് നൗ നമ്മൾ മനസ്സിലാക്കുന്നത് അവർ വാങ്ങിയതാണെന്നാണ്. അപ്പോൾ അവർ വാങ്ങി പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടികൾ ഒറ്റയ്ക്ക് പോയതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും പ്രചോദനമോ അല്ലെങ്കിൽ പ്രലോഭനമോ അങ്ങനെ എന്തെങ്കിലും? കുട്ടികളൊരു അഡ്വഞ്ചറസ് ആംഗിളിലാണ് പോയിരിക്കുന്നത്. പക്ഷെ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി പുറത്തു വന്നിട്ടുണ്ട്. അയാളെ നമ്മൾ ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് തിരിച്ചിവിടെ എത്താനായിട്ടുള്ള കാര്യം അതും ചെയ്യുന്നുണ്ട്. അപ്പം സ്വപ്രേരണയാൽ തന്നെ സ്വമേധയാ ഡിസിഷനോടുകൂടി തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പാരന്റ്സിന്റെ അടുത്തും ചോദിക്കുന്നത്. എല്ലാം കൃത്യമായിരുന്നു. കുട്ടികളെ ആദ്യം നമ്മൾ സെക്യൂർ ചെയ്ത് തിരിച്ച് അവരുടെ പാരന്റ്സിന്റെ അടുത്തും കോടതിയിൽ എത്തിക്കുക, പിന്നെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കണം. കൗൺസിലിംഗിന്റെ ആവശ്യം കേട്ടില്ല. അദ്ദേഹം തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്ന് വിശദമായിട്ട് ചോദിച്ചാലാണ് എന്തായിരുന്നു പേർപ്പസ് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ആസ് ഓഫ് നൗ ഒരു യാത്രയുടെ രസത്തിലാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ആസ് ഓഫ് നൗ മനസ്സിലാവുന്നത്. ഈ പോകണതിന്റെ ഡയറക്ഷൻ, അതായത് ട്രെയിനും മറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം അതിനകത്ത് പ്രാഥമികമായിട്ടുണ്ടായിരുന്നത്. മറ്റുള്ള കാര്യങ്ങൾ കുട്ടികൾ സ്വന്തമായിട്ടും അതിന്റെ സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് ആസ് ഓഫ് നൗ മനസ്സിലാവുന്നത്. എന്തിനാണ് പെൺകുട്ടികൾ പോയതെന്ന് വിശദമായി ചോദിച്ചറിയേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. നിലവിൽ യാത്രയോടുള്ള താല്പര്യം കൊണ്ട് പോയതാണെന്നാണ് പോലീസിനോട് പെൺകുട്ടികൾ നൽകിയ മൊഴി. കുട്ടികളെ കാണാതായ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ പോലീസ് സജീവമായിരുന്നു. കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് അന്വേഷണം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചതെന്നും SP വ്യക്തമാക്കുന്നുണ്ട്. CV അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഒരു പകലും രാത്രിയും പൂർണ്ണമായും വലിയ രീതിയിൽ ആശങ്കയിലാക്കിയ, ഈ മാതാപിതാക്കളെ പൂർണ്ണമായി ആശങ്കയിലാക്കിയ സംഭവമായിരുന്നു ഈ രണ്ട് പെൺകുട്ടികളുടെ തിരോധാനം. പക്ഷെ എന്തായാലും ആശ്വാസകരമായിട്ടുള്ള കാര്യം, രണ്ടുപേരെയും കണ്ടെത്താൻ കഴിഞ്ഞതാണ്. പക്ഷെ ഇപ്പോഴും ചില അവ്യക്തതകളുണ്ടല്ലോ. എന്തിനാണ് ഇവർ നാടുവിട്ട് പോയത്? അതോടൊപ്പം അറിയേണ്ടത് ഈ പോലീസിന്റെ, ഈ പെൺകുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഈ പോലീസിന്റെ അന്വേഷണം എങ്ങനെയായിരുന്നു? ടോം, ഈ കുട്ടികളെ കാണാതായി എന്ന വിവരം പുറത്തു വന്നപ്പോൾ തന്നെ ഇവരുടെ ഫോട്ടോസും അതേപോലെ ഇവരുടെ വിശദാംശങ്ങളും ഒക്കെ മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും എല്ലായിടത്തും എത്തിക്കുകയാണ് പോലീസ് ആദ്യം ചെയ്തത്. ഇവരുടെ നമ്മളൊരു ക്രൈമിൽ നടന്നു കഴിഞ്ഞാൽ അതിലെ കുറ്റവാളികളെ അന്വേഷിക്കുന്നത് ആദ്യം പോലീസ് ചെയ്യുന്നത് മൊബൈൽ ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടുള്ളതാണ്. അതേ രീതി തന്നെയാണ് ഇവിടെയും അവർ ആദ്യം നോക്കിയത്, അവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. ഇതിലേറ്റവും നിർണായകമായത് അവരുടെ ഫോണിൽ പുതിയ SIM കാർഡ് ഇടാൻ വേണ്ടി അത് ഓൺ ചെയ്തപ്പോൾ ആ മൊബൈൽ ടവർ ലൊക്കേഷൻ കൃത്യമായിട്ട് ലഭിച്ചു എന്നുള്ളതാണ്. അവിടെ മുതലാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ തിരോധാനത്തിൻ്റെ അവ്യക്തത അത് മാറുന്നത്. അതിനുശേഷം പോലീസ് കൃത്യമായിട്ട് ഇവരിലേക്ക് എത്തുന്നു. RPFും മഹാരാഷ്ട്ര പോലീസും മലയാളി സമാജവും ഒക്കെ പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ അതേപോലെ തന്നെ നടപ്പാക്കുന്നു.
കൃത്യമായിട്ട് ഈ കുട്ടികളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. അവരെ ചെന്നൈയിലേക്കുള്ള യാത്രയിൽ ലോണാവാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ നിന്നും അവിടെ വെച്ചാണ് ട്രെയിനിൽ നിന്ന് അവരെ കണ്ടെത്തുന്നത്. തുടർന്ന് അവരെ പൂനെയിലേക്ക് എത്തിക്കുന്നു. ഇതിൽ എന്തിന് ഇവർ പോയി എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. നേരത്തെ SP തന്നെ സൂചിപ്പിച്ചത് യാത്രയോടുള്ള ഒരു താല്പര്യമാകാം, അതോ അതിന് പിന്നാലെ മറ്റെന്തെങ്കിലും ഉണ്ടോ, ഒരു കേവലം ഒരു യാത്രയ്ക്ക് വേണ്ടി ഇവർ പെട്ടെന്ന് പരീക്ഷയെല്ലാം ഒഴിവാക്കി ഈ നിർണായക ദിവസങ്ങളിൽ വീടുന്ന് മാറി നിൽക്കുന്നതും വീട്ടുകാരോട് പറയാതെ എന്നൊക്കെ പറയുമ്പോൾ അതിൽ കുറേ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സ്വാഭാവികമാണ് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ. ഇതിൽ കുട്ടികൾ പ്രിപ്പയർഡ് ആയിരുന്നു എന്നാണ് SP തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് പോകാനുള്ള പണം, പോയേണ്ടി വന്നാൽ ഉപയോഗിക്കേണ്ട സാമഗ്രികൾ, അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് കൃത്യമായിട്ട് വീട്ടുകാരെ അറിയിക്കാതെ തങ്ങളെ ആരും കണ്ടുപിടിക്കരുത് എന്ന ധാരണയിൽ ഒരുപക്ഷെ ഒരു വാശി പോലെ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. അങ്ങനെ ഒരു യാത്രയാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്നത് ഒരു ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. അയാളുടെ കുടുംബം പറയുന്നത് ഈ കുട്ടികൾ, ഇതിലൊരു കുട്ടി തുടർച്ചയായിട്ട് വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പോവുകയാണ്, സഹായിച്ചേ പറ്റൂ എന്ന കടുത്ത നിർബന്ധം പറഞ്ഞതിനെ തുടർന്നാണ് ഇയാൾ സഹായിച്ചത് എന്നുള്ളതാണ്. അയാളെ ഈ വിഷയത്തിൻ്റെ ഗൗരവം ഒപ്പമുള്ളവർ, നാട്ടിലുള്ളവർ വിളിച്ചറിയിച്ചതോടെ അയാൾ കൃത്യമായി പോലീസിന് വിവരങ്ങൾ കൈമാറുകയും അങ്ങനെ അവർ വഴി പിരിയുകയും ചെയ്യണം. ബോംബെയിൽ നിന്ന് അവർ വഴി പിരിയണം. പിന്നീട് ഈ പെൺകുട്ടികൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ കൂടെ ഇല്ലാത്ത സമയം ആയതുകൊണ്ടാണ് അവർ ഫോൺ ഓൺ ചെയ്തത് തന്നെ. അതാണ് അവരിലേക്ക് പോലീസിനെ എത്തിക്കാൻ നിർണായകമായ ഒരു ചുവടുവെപ്പായത്. ഇതിൽ എന്തിനു പോയി എന്ന ചോദ്യം ഇപ്പോൾ പോലീസ് പറയുന്നത് തീർച്ചയായും അനുമോദ് സൂചിപ്പിച്ചതുപോലെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 പെൺകുട്ടികളും നാടുവിട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഇവിടെ ഈ 16 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികൾ മറ്റാരുടെയും സഹായമില്ലാതെ എങ്ങനെ മുംബൈയിലെത്തി എന്ന ചോദ്യത്തിനാണ് പ്രധാനമായും ഉത്തരം കണ്ടെത്തുന്നത്. അത് ആരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിരുന്നോ? മുംബൈയിലെത്തിയ ഈ 2 പേരും കൂടി ഏകദേശം ഒരു 10,000 രൂപയോളം ചെലവാക്കി ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. കുട്ടികളുടെ കയ്യിൽ ഇത്രയും പണം എങ്ങനെ ലഭിച്ചെന്ന ചോദ്യത്തിനുൾപ്പെടെ ഉത്തരം കണ്ടെത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പരീക്ഷാ സമയമാണ്. ഈ പരീക്ഷാ സമയത്തും എന്തുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ ഇവർ ഈ യാത്ര തെരഞ്ഞെടുക്കുന്നത്? ഇതിൽ ഒരു കുട്ടി ഫോട്ടോ ഫ്രെയിമിംഗ് പോലെയുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് അങ്ങനെ വരുമാനം കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് സാമ്പത്തികമായിട്ട് ഇവർക്ക് ഈ യാത്രയിൽ വലിയ പ്രശ്നമില്ലാതെ അവർ കൈകാര്യം ചെയ്തൊരു കുട്ടിയുടെ കൈവശം പണം അത് കുട്ടി അധ്വാനിച്ച് ഉണ്ടാക്കുന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതും സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമുക്ക് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമാണത്. രണ്ടാമതായിട്ട് രണ്ടുപേരുടെ കൂടെ ഇടവണ സ്വദേശിയിലെ യുവാവ് ഉണ്ടായിരുന്നു. ഈ യുവാവിൻ്റെ കൂടെയാണ് ഇവർ പോയത്. ഈ സഹായത്തിനായിട്ടും ഇവരുടെ കാര്യങ്ങളൊക്കെ ഈ യുവാവിനോടാണെന്ന് പങ്കുവച്ചിരുന്നത്. അങ്ങനെ ഇവർ നിർബന്ധിച്ചതുകൊണ്ട് അയാൾ കയറിപ്പോയി എന്നാണ് ആ യുവാവിൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നത്. അയാൾ അവിടെ മഹാരാഷ്ട്രയിലെ പോലീസിൻ്റെ കസ്റ്റഡിയാണുള്ളത്. അയാളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അയാളെ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന് കൂടി ഈ ഒരു തിരോധാനത്തിന് ഒരു ഉത്തരം കണ്ടെത്തുവാൻ വളരെ വേഗത്തിൽ സഹായിച്ചിട്ടുണ്ട്. കാരണം ഇയാളെ നേരിട്ട് സംസാരിക്കാൻ നാട്ടിലുള്ളവർക്ക് സാധിച്ചിരുന്നു. ഇയാളോട് അടുപ്പമുള്ളവർ പറഞ്ഞത് ഇത് സംബന്ധിച്ച് എന്ത് ഉത്തരവാദിത്വം വന്നാലും ഈ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം തനിക്കായിരിക്കുമെന്ന ഒരു വ്യക്തമായ സന്ദേശം ഇയാൾക്ക് പോലീസിൻ്റെ ഭാഗത്ത് ലഭിച്ചതിനെ തുടർന്നാണ് ഇയാൾ പോലീസിനോട് കൃത്യമായി സഹകരിച്ചതും ഇവരിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയതും. അപ്പോൾ എങ്ങനെ പോയി എന്നുള്ളതിൻ്റെ ഉത്തരം ഈ യുവാവിൻ്റെ കൂടെ പോയി എന്നുള്ളതാണ്. എന്തിന് പോയി എന്നുള്ളതിന് ഉത്തരമാണ് കണ്ടെത്തേണ്ടത്. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വീട്ടുകാരോടുള്ള എന്തെങ്കിലും വിരോധമായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാരോട് പറയാൻ അവരെ ഒന്ന് പേടിപ്പിക്കാൻ ഉള്ളൊരു തീരുമാനമായിരിക്കാം. അതല്ലെങ്കിൽ ഒരു തരം സാഹസം, ഈ ഒരു പ്രായത്തിൻ്റെതായി തോന്നുന്ന ഒരു സാഹസ ബുദ്ധിയോടെ ചെയ്തതായിരിക്കാം. നമുക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പറയുക എന്നല്ലാതെ ഇതിന് പിന്നിൽ മറ്റ് കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം അനുമോദ്, ഈ എടവണ്ണ സ്വദേശിയായ യുവാവ് എങ്ങനെയാണ് ഈ പെൺകുട്ടികളുമായി അടുപ്പത്തിലാകുന്നത്? ഈ യുവാവിന്റെ കുടുംബാംഗങ്ങളും പറയുന്നതനുസരിച്ച് ഈ പെൺകുട്ടികളെ ഒരാൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് യുവാവ് അവർക്കൊപ്പം പോയതെന്നാണല്ലോ അയാൾ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ. എങ്ങനെയാണ് ഇവർ പരിചയത്തിലാകുന്നത്? ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ബന്ധം എങ്ങനെയാണ്? മുൻപരിചയമുണ്ടോ?
സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തന്നെയാണ്, ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർ തമ്മിൽ പരിചയത്തിലാവുന്നതെന്നാണ് അറിയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഇവർ സുഹൃത്തുക്കളായിരുന്നു, ചാറ്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ഫോൺ വിളി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സൗഹൃദം എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ആ യുവാവുമായിട്ടുള്ള ഈ പെൺകുട്ടികൾ ഒരാളുടെ ബന്ധത്തെ കാണുന്നത്. മറ്റൊരു തരത്തിലേക്ക് നമുക്ക് അറിയുകയില്ല, അത് പറയുന്നത് ശരിയുമല്ല. പക്ഷേ ഒരു സൗഹൃദം ഇൻസ്റ്റാഗ്രാം വഴി ലഭിച്ച ഒരു സുഹൃത്തിനെ സഹായിച്ചു എന്ന തരത്തിൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അവരുടെ ഈ ഒരു ഇടപെടലിനെ നമുക്ക് കാണേണ്ടത്. അയാളാണ് ഈ യാത്രയ്ക്ക് ഇവർക്ക് സഹായമായിട്ട് നിന്നത്. ഒരുപക്ഷെ ഈ പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം ഇയാളൊപ്പം കൂട്ടിയത്. പക്ഷേ ഈ പെൺകുട്ടികളുടെ യാത്രയുടെ ഉദ്ദേശം മുഴുവനായിട്ടും ഇയാൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഇയാൾക്ക് അറിയുമെന്ന് ഈ ഘട്ടത്തിൽ കരുതാനാകില്ല. കാരണം അതുകൊണ്ടാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അയാൾ മാറിപ്പോയത് എന്ന് വേണം കരുതാൻ. അത് കൃത്യമായിട്ട് പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ അയാൾക്ക് ലഭിച്ചു, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇവർ ചെയ്തതിൻ്റെ ഒരു ഗൗരവം എത്രമാത്രം ഉണ്ടെന്ന് അയാൾക്ക് കൃത്യമായ സന്ദേശം ലഭിച്ചതുകൊണ്ടാണ് അയാൾ ഇത്തരത്തിൽ പോലീസിനെ സഹായിക്കുന്ന തരത്തിലേക്ക് മാറിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുക. എന്താണെങ്കിലും അയാൾക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. നിലവിലെ അയാൾ കസ്റ്റഡിയിലാണുള്ളത്. ഇതിൽ എത്രമാത്രം വിവരങ്ങൾ ഈ പുറത്തു വന്നതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, ഇനി എന്തെല്ലാം വിവരങ്ങൾ വരാനുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഊഹിക്കുന്നത് അത് വളരെ നേരത്തെയായി പോകും. കാരണം രണ്ട് പെൺകുട്ടികളുടെ 16 വയസ്സ് മാത്രമല്ല, 2 പെൺകുട്ടികളുടെ കാര്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചതിന് ശേഷം ചർച്ച ചെയ്യായിരിക്കും നല്ലത് എന്നാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾ എത്രമാത്രം ഇവരുടെ വിശദീകരണത്തിൽ മാറും എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ടോം. തീർച്ചയായും അനുമ സൂചിപ്പിച്ചതുപോലെ പല ദുരൂഹതയുമുണ്ട്, പല സംശയങ്ങളുമുണ്ട്. ഈ പെൺകുട്ടികളുടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം ലഭ്യമായിരുന്നോ? ഇവർ വീട്ടുകാരുമായി, അതായത് ഒരു പെൺകുട്ടി പറഞ്ഞത് അവൾക്ക് വീട്ടുകാരുമായി ചില പ്രശ്നങ്ങളുണ്ട്, അതേ തുടർന്നാണ് വീട് വിട്ടു പോയത് എന്നാണല്ലോ യുവാവിനോട് വ്യക്തമാക്കിയ കാര്യം. അങ്ങനെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഇവരുടെ തിരോധാനം സംബന്ധിച്ച്? ഈ ഒരു കുട്ടി പറഞ്ഞത് വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ വീട്ടുകാർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. അവർ ഈ കുട്ടികളെ കണ്ടെത്തിൻ്റെ സന്തോഷം മാത്രമാണ് രേഖപ്പെടുത്തിയത്, കൂടുതലൊന്നും പറയാനില്ല എന്ന നിലപാടിലാണ്. പക്ഷെ ഇവിടെ നമുക്കൊരു കാര്യം വേണമെങ്കിൽ ഇവാലുവേഷൻ നടത്തുമ്പോൾ ഒരുപക്ഷെ ആ കുട്ടിക്ക് വീട്ടിൽ പ്രശ്നമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പാരൻറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടായിരിക്കാം അവർക്ക് അത്തരത്തിലൊരു മോശം സാഹചര്യം എന്ന് തോന്നിയത്. പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികളെ ചില രക്ഷിതാക്കൾ വളരെ കണിശമായും സ്ട്രിക്റ്റായിട്ടും ഒക്കെ ആയിരിക്കും വളർത്തുന്നുണ്ടാവുക. അവരെ സംബന്ധിച്ച് ഈ കുട്ടികൾ ഉദ്ദേശിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യം അവർ കൊടുക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതൊക്കെ ഈ കുട്ടിക്ക് വീട്ടിലെ സാഹചര്യങ്ങൾ മോശമാണ് എന്നൊരു വിലയിരുത്തലുണ്ടാക്കുകയും അതിന് നിയന്ത്രണം വരുത്തുന്നവരോട് ഒരു വാശി തോന്നുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. സാധ്യതയാണ്, അങ്ങനെയാണ് എന്നല്ല. അപ്പോൾ അതായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു വീട്ടുകാരെ അല്പം ഒന്ന് ബേജാറാക്കട്ടെ, അല്ലെങ്കിൽ അല്പം ഒന്ന് ആശങ്കയിലാക്കിയിട്ടും നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒന്ന് ആസ്വദിക്കണം എന്ന തരത്തിലേക്ക് പോകാനുള്ളൊരു കാരണം എന്ന് വേണം കരുതാൻ. അത് വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ തന്നെയാണ് പറയേണ്ടത്. നമുക്ക് അന്വേഷിച്ച് മുഴുവനായിട്ടും പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ആ കുട്ടിക്ക് പ്രശ്നമെന്ന് തോന്നിയത് വീട്ടിൽ ഒരുപക്ഷെ വളരെ കണിശതയോടെ ചിട്ടയോടെയുള്ള നിർദ്ദേശങ്ങളും അത്തരത്തിലുള്ള സമീപനങ്ങളും ആയിരിക്കാം എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്. അതും നമുക്ക് അവർ തിരിച്ചെത്തിയതിന് ശേഷം മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിലൊരു വ്യക്തത കൈവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അവർ തിരിച്ചെത്തിയ ശേഷം എന്തായിരിക്കാം ഇതിന് കാരണമെന്ന് കണ്ടെത്തണം. പക്ഷേ എങ്കിൽ പോലും അവരിനി സ്വൈര്യമായി, പ്രത്യേകിച്ചും 16 വയസ്സുള്ള പെൺകുട്ടികളാണ്, ഈ സ്വൈര്യമായി തന്നെ ജീവിക്കട്ടെ, മുന്നോട്ട് പോകട്ടെ. പക്ഷേ അതിന് പിന്നിൽ ഇവരെ കാണാതായതുമായി ബന്ധപ്പെട്ട സംഭവത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അതിൽ ദുരൂഹതയുണ്ടോ, ഇക്കാര്യമാണ് പോലീസ് കണ്ടെത്തേണ്ടത്.